അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുവർണാവസരം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. അത് മറ്റൊന്നുമല്ല, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ സമാഗതമാവുകയാണല്ലോ. സത്യവിശ്വാസിയുടെ മനസ്സ് കുളിരണിയേണ്ട സന്ദർഭമാണിത്. നമുക്ക് നമ്മുടെ പരലോക ജീവിതത്തിലേക്ക് ആവശ്യമായ ധാരാളം വിഭവങ്ങൾ സമാഹരിക്കാനുള്ള വലിയൊരവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തുന്നത്. ഏകദേശം 2 മാസത്തോളമായി ഈ ഒരു സൗഭാഗ്യത്തിന് വേണ്ടി നാം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട്. റജബിന്റെ ആഗമനം തൊട്ട് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന്. നമ്മളൊക്കെ 2 മാസക്കാലമാണ് ഈ പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ നമ്മുടെയൊക്കെ പൂർവികരായ മഹത്തുക്കള് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുണ്യ റമളാനിലേക്ക് എത്താനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട് എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരോട് പരിശുദ്ധമായ റമളാനിന്റെ ആഗമനത്തെ പറ്റി ശഅബാനിന്റെ അവസാന ദിവസത്തിൽ വലിയ ഒരു ഉപദേശം നൽകിയതായി നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സഹാബത്തിനോട് പ്രത്യേകമായി റമളാനിന്റെ ആഗമനത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നു തന്നെ നമുക്ക് അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാവുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവർകൾ പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് വലിയൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ അലീമുൻ മുബാറക്കുൻ, നിങ്ങളിലേക്ക് വളരെ അനുഗ്രഹീതമായ മഹത്തായ ഒരു മാസം നിങ്ങൾക്ക് വന്നെത്തുകയാണ്. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. എന്നിട്ട് ആ മാസത്തിന്റെ മാഹാത്മ്യം മുത്തുനബി തുടരുകയാണ്. അതിൻ്റെ അകത്ത് ഒരു രാത്രിയുണ്ട്. ആ രാത്രി 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീള, ഈ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനം അല്ലാഹു തആല നമുക്ക് നിർബന്ധമായ ഒരു ബാധ്യതയാക്കിയിട്ടുണ്ട്. വഖിയാമ ലൈലിഹി തതവ്വുഅ, ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിലെ രാത്രിയിലെ നിസ്കാരം, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തറാവീഹാണ് എന്നൊക്കെ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ വ്യക്തമാക്കുന്നു. അതിനെ വളരെ പുണ്യമുള്ള ഒരു കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നിർബന്ധമല്ലാത്ത ഒരു പുണ്യകർമ്മം നിങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്താൽ കാന കമൻ അദ്ദാ ഫരീളത്തൻ മിൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ ഒരു ഫറളെടുത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. വമൻ അദ്ദാ ഫരീളത്തൻ ഫീഹി,
ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഒരു ഫറലായ കർമ്മം, ഒരു നിർബന്ധമായ ഒരു പുണ്യകർമ്മം നമ്മൾ ചെയ്താൽ കാന കമൻ അദ്ദാ സബ്ഈന ഫരീളത്തൻ ഫീമാ സിവാ, റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ നമ്മൾ 70 ഫറദ് ചെയ്യുന്ന പ്രതിഫലമാണ് റമദാനിൽ നമുക്ക് നിർബന്ധമായ ഒരു ബാധ്യത നിർവഹിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല വഹുവ ശഹ്റുസ് സബ്രി, പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ക്ഷമയുടെ മാസമാണ്. പ്രഭാതം മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളിൽ നിന്നും മറ്റു വൈകാരികമായ ചിന്തകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളത് അതൊരു ശ്രമകരമായ വിഷയം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ സ്വാദിഷ്ടമായ നല്ല നല്ല ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ നല്ല മധുരമുള്ള നല്ല തണുത്ത പാനീയങ്ങൾ നമ്മുടെ വീട്ടിൽ യഥേഷ്ടമുണ്ട്. അതുപോലെ തൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ സുന്ദരിയായ തൻ്റെ ആരോഗ്യവതിയായ തൻ്റെ ഭാര്യ തൻ്റെ കൂടെയുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിൻ്റെ കൽപ്പന മാനിച്ച് റമദാനിന്റെ പകലുകളിൽ അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുക എന്നുള്ളത് ശ്രമകരമായ, ക്ഷമ കൈക്കൊള്ളേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് പുണ്യ റമദാനെ പറ്റി റസൂലുള്ളാഹി തങ്ങൾ ശഹ്റുസ് സബ്രി എന്ന് പറഞ്ഞത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന, ക്ഷമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലമാണെങ്കിലോ അത് സ്വർഗവുമാണ്. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് സ്വർഗം സമ്പാദിക്കാനുള്ള മാസമാണ് പുണ്യ റമദാൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് അവിടുത്തെ ധാരാളം വചനങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നാം പുണ്യ റമദാനിൽ ചെയ്യുന്ന ഓരോ പുണ്യങ്ങൾക്കും 1000 അതിലപ്പുറമൊക്കെ ഇരട്ടിയായി നന്മയായി രേഖപ്പെടുത്തുന്ന മാസമാണ് പുണ്യ റമദാൻ. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ആയത്തിന്റെ തഫ്സീറിൽ, തഫ്സീർ ദുർറുൽ മൻസൂറിലൊക്കെ കാണാൻ കഴിയും, പരിശുദ്ധമായ റമദാനിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും 1000-ലേറെ കർമ്മങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് ആ തഫ്സീറിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. സൗമു യൗമിൻ മിൻ റമദാന അഫ്ളലു മിൻ അൽഫി യൗം, പുണ്യ റമദാനിലെ ഒരു നോമ്പ് മറ്റു ദിവസങ്ങളിലെ 1000-ലേറെ നോമ്പുകളേക്കാൾ ശ്രേഷ്ഠമേറിയതാണ്. വതസ്ബീഹത്തും ഫി റമദാന അഫ്ളലു മിൻ അൽഫി തസ്ബീഹ, പുണ്യ റമദാനിൽ നാം ചൊല്ലുന്ന ഒരു തസ്ബീഹ്, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ 1000-ലേറെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലിയാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ 1000-ലേറെ തഹ്ലീൽ ചൊല്ലിയ കൂലിയാണ്. ഒരു സ്വലാത്ത് നമ്മൾ മുത്തുനബിയുടെ പേരിൽ ചൊല്ലിയാൽ 1000-ലേറെ സ്വലാത്ത് ചൊല്ലിയ പുണ്യമാണ്. ഒരു ഖത്മ് പരിശുദ്ധമായ ഖുർആനിൽ നാം ഓതി തീർത്താൽ 1000-ലേറെ ഖത്മ് ഓതിയ പ്രതിഫലമാണ്. വറകഅത്തും ഫീ റമദാന അഫ്ളലു മിൻ അൽഫി റക്അ, പുണ്യ റമദാനിലെ ഒരു റക്അത്ത് നിസ്കാരം അത് 1000-ലേറെ നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമേറിയതാണ്. സുബ്ഹാനല്ലാഹ്, പൊന്നു മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു റക്അത്ത് നിസ്കാരത്തിന് 1000-ലേറെ റക്അത്ത് നിസ്കരിച്ച കൂലി. പുണ്യ റമദാനിലെ ഒരു തറാവീഹ് നിസ്കരിച്ചാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കൂട്ടി നോക്കിയാൽ 20,000-ലേറെ റക്അത്ത് നിസ്കാരം ഒരു തറാവീഹ് കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. റമദാനിലെ 30 തറാവീഹും നമ്മൾ മുടങ്ങാതെ നിസ്കരിച്ചാൽ 6 ലക്ഷത്തിലേറെ റക്അത്ത് നിസ്കരിച്ച കൂലി നമുക്ക് പുണ്യ റമദാനിൽ സ്വന്തമാക്കാം. ഈ നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ പുണ്യ റമദാൻ അത് സത്യവിശ്വാസിയുടെ ചാകരയുടെ മാസമാണ്. ഇത് നാം ഉപയോഗപ്പെടുത്തിയാൽ ഒരു മാസക്കാലം കൊണ്ട് നൂറ്റാണ്ടുകൾ നാം ഇവിടെ ജീവിച്ച് നേടിയെടുക്കുന്ന നന്മകളെ നമുക്ക് സ്വന്തമാക്കിയെടുക്കാൻ കഴിയും.
അതുകൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ റമദാനെ സുഹൃതങ്ങളെ കൊണ്ട് സജീവമാക്കുക. പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.